ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു അടിപൊളി തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. തീയലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും മടിയാണ് തീയലുണ്ടാക്കാനായിട്ട്. പക്ഷേ ഇന്ന് ഞാനൊരു സൂത്രവിദ്യ പ്രയോഗിച്ചു കേട്ടോ. ഇന്ന് തേങ്ങയൊന്നും തിരുങ്ങാതെ, തേങ്ങ വറുക്കാതെ, തേങ്ങ തിരുമുന്നതും വറുക്കുന്നതും ഒക്കെയാണല്ലോ പാട്. ഇതൊന്നും ചെയ്യാതെ തന്നെ ഒരു സൂത്രവിദ്യയിലാണ് ഈ തീയൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഒരു വലിയ ക്യാരറ്റ്, 20 ചെറിയ ഉള്ളി, ഒരു പകുതി സവാള, ഒരു 8 കാന്താരിമുളക്, ഒരു 5-6 വെണ്ടയ്ക്ക, ഒരു മുരിങ്ങയ്ക്ക, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം കഴുകി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് അല്പം എണ്ണയിലൊന്ന് മൂപ്പിച്ച് മാറ്റി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഇതിൽ പൊടിഞ്ഞ് ചേരും. അപ്പം അങ്ങനെ വെണ്ടയ്ക്ക പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് വെണ്ടയ്ക്ക ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കയുടെ ആ വഴുക്കലൊക്കെ ഒന്ന് മാറി, കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. അപ്പം അതുവരെ ഇതൊന്ന് വറുത്ത് കോരി മാറ്റാം. ഒരു 5 മിനിറ്റ് കിടക്കണം, എന്നാലേ ഈ വെണ്ടയ്ക്കയുടെ വഴുക്കലൊക്കെ ഒന്ന് മാറി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. ഒരു നല്ല മണം വരും കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് കോരി മാറ്റാം. ഈ വെണ്ടയ്ക്ക കോരി മാറ്റിയിട്ട് ഇതേ എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും ചേർത്ത് കൊടുക്കുക. ഒരു 20 ചെറിയ ഉള്ളിയും പകുതി സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം കേട്ടോ. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി കുറച്ച് ബ്രൗൺ കളർ ആവണം. അതുവരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് വഴന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കാന്താരിമുളകും ഇച്ചിരി കറിവേപ്പിലയൊക്കെ ചേർക്കാം. കാന്താരിമുളകും കറിവേപ്പിലയൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി കുറച്ചും കൂടെ പെട്ടെന്ന് മൂത്ത് കിട്ടും. അപ്പം പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. കളറൊന്ന് മാറി വരട്ടെ. ഇപ്പം എന്താ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ കിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കിഴങ്ങും ക്യാരറ്റും ഒരു 2 മിനിറ്റ് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം ഇത് വേകാനുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം, അത്രേ വേണ്ടൂ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒന്ന് വെന്ത് വരട്ടെ. നമ്മൾ മുരിങ്ങയ്ക്ക ഇതുവരെ ചേർത്തിട്ടില്ല, ഇത് വെന്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നോയമ്പ് പ്രമാണിച്ചുണ്ടാക്കി വെച്ച ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. ഈ ചമ്മന്തിപ്പൊടിയിൽ നിന്ന് ഒരു 5 ടേബിൾ സ്പൂൺ ചമ്മന്തിപ്പൊടി ഞാൻ എടുക്കുന്നുണ്ട്. ഇതാണ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇവിടെ ഞാൻ തേങ്ങ ചിരകിയതില്ല, അതുപോലെ തന്നെ തേങ്ങ വറുത്തില്ല, ഒന്നും ചെയ്തില്ല. ചമ്മന്തിപ്പൊടിക്കകത്ത് നിന്ന് ഒരു 5 ടേബിൾ സ്പൂൺ ചമ്മന്തിപ്പൊടി എടുത്തു. അതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. ഇനി നമ്മുടെ കിഴങ്ങും ക്യാരറ്റും ഒക്കെ എന്തായെന്ന് നോക്കാം. കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മുരിങ്ങയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്കായും ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് വെന്ത് വരണം. ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് കൊടുക്കാം. വെന്ത് വരട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. മുരിങ്ങയ്ക്കായും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചമ്മന്തിപ്പൊടി ആയതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ മഞ്ഞൾ ഒന്നും ചേർത്തിട്ടില്ലല്ലോ. എങ്കിലും ഞാനിതൊന്ന്
മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് മസാലകളൊക്കെ ചേർന്നതാണല്ലോ. കുരുമുളക്, വെളുത്തുള്ളി, ജീരകം, അങ്ങനെ മല്ലി എല്ലാം ചേർന്നതായതുകൊണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എങ്കിലും ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവൽപ്പം കുറവായതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഇത് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് അല്പം കുറവായിട്ട് തോന്നി. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുളി അല്പം കുറവായിട്ട് തോന്നി. അതുപോലെ തന്നെ പിഴിഞ്ഞ് വെച്ചിരുന്ന പുളിവെള്ളം കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കുറച്ചൊന്ന് വറ്റി വരട്ടെ. ഈ സമയത്ത് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം. അതുവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ കുറച്ചും കൂടെ ഒന്ന് വറ്റും. ഇരിക്കുമ്പോഴേക്കും കറി കുറച്ചും കൂടെ ഒന്ന് വറ്റും. അതുകൊണ്ട് ഇത്രയും മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കടുകും കറിവേപ്പിലയും ഉള്ളിയൊക്കെ ഒന്ന് താളിച്ചൊഴിക്കാം. പക്ഷേ ഞാൻ ഒഴിക്കുന്നില്ല. കാരണം നമ്മൾ ആദ്യമേ എണ്ണയിലൊക്കെ വഴറ്റിയൊക്കെയാണല്ലോ എടുത്തത്. അതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ തീയൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.